മനസ്സിലായില്ല. ഒരാൾ ഇസ്തിഖാറത്ത് ചെയ്യാതെ ഒരു കാര്യം ചെയ്ത് നഷ്ടം സംഭവിച്ചാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അയാളെ അല്ലാതെ ആക്ഷേപിക്കരുത്. ഇസ്തിഖാറ ചെയ്തിട്ടാണ് ഒരു കാര്യം ചെയ്തതെങ്കിലോ നഷ്ടം അള്ളാഹു നികത്തിത്തരും. മറ്റേ അള്ളാഹു ഉത്തരവാദിത്തമല്ല, അതിന്റെ കൂടെയില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് അവസ്ഥയുണ്ട്. ഇപ്പൊ ഗൾഫ് പോയാൽ മുഖം വിസ വന്നു, എന്താ ആദ്യം ചെയ്യേണ്ടത്? ഗൾഫിൽ പോകാൻ ഒരാൾ പറഞ്ഞു വിസ ഉണ്ട്, എന്താ ആദ്യം ചെയ്യേണ്ടത്? എന്താ ആദ്യം ചെയ്യേണ്ടത്? പറയും ഇതൊരു പൊതു നിയമമാണ്, എന്താ ആദ്യം ചെയ്യേണ്ടത്? എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പൈസ ഉണ്ടാക്കുക. ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം ഇസ്തിഖാറ നിസ്കരിക്കുക, പിറ്റേന്ന് നിസ്കരിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കേണ്ടതുള്ളൂ. അതിൻ്റെ മുമ്പ് ആ വിസ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അത് നമുക്കുള്ള വിസയല്ല. ഇസ്തിഖാറ ആവർത്തിക്കണം. ഏതൊരു ഖൈറും 3 തവണ ചെയ്യുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ ഒരു വട്ടേ ഉള്ളൂ, എന്നാലും ആവർത്തിക്കണം. റസൂലുള്ളാഹിക്ക് 3 വട്ടം ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരു വട്ടം നോക്കി ഇസ്തിഖാറ ചെയ്തു, പിറ്റേന്ന് ഇസ്തിഖാറ ചെയ്തു, ഇപ്പം എത്ര വട്ടായി? 3 വട്ടായി. പിന്നെ എന്താണോ അപ്പൊ ആർക്ക് വിട്ടു? ഇപ്പൊ എന്താ അവൻ പറയുന്നത്? ഇസ്തിഖാറയിലെ ദുആയിലുണ്ട് ഇന്നക തഅലമു. മനസ്സിലായില്ല? നീ അറിയുന്നവനാണ്. വഅന ലാ അഅലമു, എനിക്ക് എനിക്കറിയില്ല, എനിക്കറിയൂല, ഇതെന്താവും എനിക്കറിയില്ല. മനസ്സിലായില്ല? ചിന്തിക്കണം. നമുക്ക് ജീവിക്കണമല്ലോ, ജീവിക്കാനുള്ള വഴി പൊട്ടി. ഇനി വേഗം ആരോടാ ചെയ്യേണ്ടത്? പറയാം. ഒരു ഓഫീസ് പൊട്ടി, ഉദാഹരണം, ഇതാ പലരും ഇവിടെ ഉണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഇതാ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഓഫീസ് പൊട്ടി, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത് എവിടെയാണ്? കൊണ്ടോട്ടിയിലെ ഓഫീസ് പൊട്ടിയാൽ ഇനി വെള്ളമർത്ത ഓഫീസിടാൻ പറ്റുമോ നോക്കില്ല. വേഗം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വേഗം എന്ത് ചെയ്യണം? ഇസ്തിഖാറ നിസ്കരിക്കണം. മനസ്സിലായോ? ബാക്കിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇസ്തിഖാറ നിസ്കരിക്കണം. ഖൈറാണെങ്കിൽ നടത്തി തന്നാൽ മതി, ഖൈറല്ലെങ്കിൽ നടത്തി തരരുത്. മനസ്സിലായില്ല? പലവട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു. പിന്നെ പിന്നെ അള്ളാഹുവിൽ വിട്ടുകൊടുത്തോളാം. ഖൈറാണെങ്കിലേ നടന്നു വിട്ടു. ചിലപ്പോൾ 2 ആഴ്ച നടക്കും. അങ്ങനത്തെ ഒരു വിസ ക്ലിയർ ആയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇസ്തിഖാറിന്റെ വിലയാണ്. അത് കളിപ്പിക്കലായിരുന്നു, നിനക്ക് തന്നെയാണ് ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഈ വിസക്ക് നടക്കുന്നതിനിടയിൽ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ നീ സ്വമേധ ഒഴിവാവും. അപ്പൊ ആരും പറഞ്ഞാൽ ഒഴിവാവില്ല, സ്വയം ഒഴിവാവും. ഇതൊക്കെ എന്തിന്റെ വിലയാ? ഇസ്തിഖാറ വിലയാ. ഇസ്തിഖാറ ഇല്ലാത്തൊരു കാര്യം ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഇസ്തിഖാറയോട് കൂടെ ഒരു ഏർപ്പാട് തുടങ്ങിയവർക്ക് കൈപൊക്കാം. ഇസ്തിഖാറ ഇല്ലാതെ ഏർപ്പാട് തുടങ്ങിയവർക്ക് കൈപൊക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏർപ്പാടില്ല എന്നതിൻ്റെ അർത്ഥം. ഇനി ഇത് മറക്ക ചെയ്യരുത്. എന്ത് കാര്യത്തിനും എന്ത് വേണം? എന്താ ഇസ്തിഖാറിൻ്റെ അർത്ഥം? എനിക്ക് ലാ അഅലമുൽ ഖൈറ വ അൻത തഅലമുൽ ഖൈറ. ഇസ്തിഖാറത്ത് ഖൈറിനെ തേടൽ. അതായത് അന ലാ അഅലമുൽ ഖൈറ, എൻ്റെ ഖൈറിനെ ഞാൻ അറിയൂല. വ അൻത തഅലമുൽ ഖൈറ, എൻ്റെ ഖൈറിനെ നീ അറിയും, ഞാൻ അറിയൂല. അതുകൊണ്ട് നീ എനിക്ക് ഖൈറുണ്ടാക്കി തരണം. ഒരു ദിവസം പിന്നെയും പറഞ്ഞ് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഖാറ ഇല്ലാത്ത ഒരാൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് നഷ്ടം വന്നാൽ അയാളെ അല്ലാതെ ആക്ഷേപിക്കരുത്. ഇനി തൗബയിലേക്ക് മടങ്ങണം. എന്തിന്? ഇസ്തിഖാറ ഇല്ലാതെ. മനസ്സിലായില്ല? കച്ചവടം പൊട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇസ്തിഖാറ ഇല്ലാതെ ഏർപ്പാട് തുടങ്ങിയതിന് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. മനസ്സിലായില്ലേ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഒരുത്തൻ്റെ വീട്ടിൽ വന്ന് പാർത്തിട്ട് എന്താ ചെയ്യേണ്ടത് അയാളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പിറ്റേന്ന് അയാളെ വീട്ടിൻ്റെ മുറ്റത്ത് കണ്ട കൈക്കോട്ട് എടുത്തിട്ട് പോയിട്ട് പറമ്പിൽ എന്ത് ചെയ്തു? നാളെ 4 മത്തൻകുരു കുഴിച്ചിട്ടാൽ തൽക്കാലം ഒന്നും ഉണ്ടൂല. അയാൾ മത്തം മുളച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ പറയും എനിക്കറിയാം അവിടെ മുളക്കൂല. പിന്നെ ഞാൻ എന്നോടൊന്നും പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. മത്തം മുളക്കുന്നത് ഇവിടെയാണ്, ഇത് ഇവിടെ കുഴിച്ചിട്ടുള്ള നിൻ്റെ ഭൂമിയല്ലേ, വാപ്പാൻ്റെയൊക്കെ ഭൂമിയാണ്, ഞാൻ കളിച്ചു വളർന്ന ഭൂമിയല്ലേ, എനിക്കറിയില്ലേ എവിടെയാണ് ഒരു വിത്ത് കുഴിച്ചിട്ടാൽ മുളക്കാത്ത എനിക്കറിയാം. എന്നോട് ചോദിക്കണ്ടേ?
മനസ്സിലായില്ലേ? എന്തേ ചെയ്ത് തെറ്റ് ചെയ്തു, അയാളെ ഭൂമിയാണ്. ഇന്നല്ല അള്ളാന്റെ ഭൂമിയാണ്. ആരെ ഭൂമിയാ? പറ, ആരെ ഭൂമിയാ? അള്ളാന്റെ ഭൂമിയാ. ഇന്നൽ കൃഷിപ്പണി, സ്ഥിരം കൃഷിപ്പണിയിൽ പോലും പഴയ ആളുകൾ ദുആ ചെയ്യാതെ ഇറങ്ങൂല. വിത്തിടുന്നതിൻ്റെ തലേ ദിവസം മൊല്ലാക്കാനെ കൊണ്ടുവന്ന് മങ്കൂസ് മൗലൂദ് ഓതി ദുആ ചെയ്ത് മൊല്ലാക്കാക്കൊരു സമ്മാനം എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്ത് പിറ്റേന്ന് രാവിലെയാണ് പിന്നെ കൈക്കോട്ടും വെട്ടുകത്തിയും കന്നും കൊണ്ട് പാടത്തേക്ക് പോവുക. എൻ്റെ വല്യപ്പ ഞാൻ കണ്ടുപിടിച്ച. എന്നിട്ട് ആ വിത്തിടാനായി കഴിഞ്ഞാൽ വിത്ത് തീരുന്നവരെ സ്വലാത്തിൽ. അന്ന് ഫാക്ടം പോസ് 20 ഇല്ല. നല്ല വെള്ളം ഉണ്ടാവും. എന്തേ? റബ്ബോട് സഹായിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ കണ്ട ആളുകൾക്ക് കൈപ്പൊക്കാം. ഞാൻ ഒറ്റ കാണ്ട അന്ന് രണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു. അതായത് അവര് നല്ല മഴ പെയ്തു, ഇനി വിത്തിടേണ്ടതേ ഉള്ളൂ. എന്നാലും ആരോട് പറയും? പഴയ കാലത്തൊക്കെ ഗൾഫ് പോക്കും അങ്ങനെയാണ്. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടി ഒന്ന് ദ്വാരന്നൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് ദ്വാ ചെയ്ത് റാഹത്തായിട്ടാണ് പോവുക. ഇപ്പം അതിന് ആരാ പോവുക, എപ്പോഴാണ് വരിക, എപ്പോഴാണ് പോകുക എന്ന് ആർക്കും അറിയില്ല. അപ്പം ഇതിപ്പോൾ ആര് വിട്ടു? അള്ള ഒഴിവാക്കി. മനസ്സിലായില്ലേ? ചിന്തിക്കും. നമ്മുടെ നൂഹ് നബി പറയുന്നൊരു വാക്കെന്താ?